അറിയാം ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പറയുന്ന സിനിമ, ആ സിനിമയ്ക്ക് ജാനകി എന്ന് പറയുന്ന ഒരു ഒറ്റ പേര് നായിക കഥാപാത്രത്തിന് ഉപയോഗിച്ചു എന്നതിന്റെ പേരിലാണ് പ്രദർശനാനുമതി സെൻസർ ബോർഡ് നൽകാത്തത്. ഈ വിഷയം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഈ പ്രദർശനാനുമതി നൽകാത്തത് ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാത്തതിൽ സെൻസർ ബോർഡ് വിശദീകരണം നൽകും. നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുക. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇന്നു ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വിധിയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ആവർത്തിച്ച് ചോദിച്ച കാര്യമൊന്ന്, ഇതിൻ്റെ പേരിൽ എന്താണ് പ്രശ്നമെന്നത് കോടതി ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായിരുന്നു. സെൻസർ ബോർഡിനോടക്കമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇടപെടുന്നത്, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുമാത്രവുമല്ല, ഈ പേര് ഇടുമ്പോൾ അത് ദൈവനാമങ്ങൾ അത് ആകുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു. കാരണം എല്ലാവരുടെയും പലരുടെയും പേരുകളെല്ലാം ഏതെങ്കിലും ഒരു ദൈവനാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും നമുക്കിടയിലെല്ലാം തന്നെ ഉള്ളതല്ലേ എന്ന് കോടതി ചോദിച്ചു. എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു എന്നത് കോടതിക്ക് ഇതുവരെയും വ്യക്തമായ രീതിയിലേക്ക് വിശദീകരിച്ച് നൽകാനും സാധിച്ചിട്ടുണ്ട്. കാരണം കോടതി ആരായുന്നത് പ്രധാനമായും ഇത് തന്നെയാണ്. അങ്ങനെ ഒരു പേര് നൽകുന്നതിൽ എന്താണ് ഇത്ര കുഴപ്പം, ഏതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ അതിലുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആദ്യം ഈ സെൻസർ ബോർഡിൻ്റെ അടക്കമുള്ള ഒരു വിശദീകരണം, ഇത് മതപരമായ പേരുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോഴാണ് കോടതിയോട് പറഞ്ഞത്. അപ്പോഴാണ് കോടതി ചോദിച്ചത്, അങ്ങനെ ദൈവനാമങ്ങൾ ആളുകൾക്ക് പേരായി വരുന്നത് സ്വാഭാവികമായ ഒരു കാര്യമല്ല, അതിലെന്ത് ഇത്ര പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു. പിന്നീട് സെൻസർ ബോർഡ് നൽകിയ കാര്യമെന്ന് പറയുന്നത്, ഇതിൽ വയലൻസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്, ഇത് കുട്ടികൾക്ക് ഒരു പ്രായപരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ സെൻസർ ബോർഡ് വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ JSK എന്ന് പറയുന്ന ഈ സിനിമ, ജാനകി എന്ന് പറയുന്ന പേര് വരുന്ന ഈ സിനിമയുടെ ഈ പേരുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ഇന്ന് ഈ കോടതി പരിഗണിക്കപ്പെടുക. ഏതായാലും സെൻസർ ബോർഡിനോട് റിവൈസിംഗ് കമ്മിറ്റി ഈ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം, ഈ സെൻസർ ബോർഡിൻ്റെ നടപടികൾക്ക് ശേഷം ഇത് വീണ്ടും കാണുകയും അവരുടെ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ റിപ്പോർട്ട് പരിഗണിക്കുകയും ഒപ്പം ഈ സെൻസർ ബോർഡിൻ്റെ നിലപാട് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ച ഇന്ന് ഈ കാര്യത്തിൽ ഒരു അന്തിമമായ വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ജാനകി എന്ന ഒരു ഒറ്റ പേരിൽ കുരുങ്ങി പ്രദർശനം പോലും തടസ്സപ്പെട്ട് നിൽക്കുന്ന സിനിമയുടെ ഭാവി എന്താകും എന്നത് ഇന്നത്തെ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിധിയുമായി ബന്ധപ്പെട്ടിരിക്കും. എന്തായാലും നിർണായകമായ വിധിയായിരിക്കും ഇന്ന് കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.